إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസിനികൾ, സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അർഹമുർ-റാഹിമീനായ റബ്ബിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചു പുലർത്തി തഖ്വയോടുകൂടി ജീവിക്കണേ എന്ന് ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ സച്ചരിതരുടെ കൂട്ടത്തിൽ നമുക്ക് ഏവർക്കും ഇടം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധ മുഹറം മാസം അറബി മാസങ്ങളിൽ ഒന്നാമത്തെ മാസമാണ്. ഒരു വർഷം നമ്മുടെ ആയുസ്സിൽ നിന്നും നമ്മളറിയാതെ അത് പോവുകയുണ്ടായി. ദുൽഹിജ്ജ കഴിഞ്ഞു, മുഹറത്തിലേക്ക് കടന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധ മാസങ്ങളെക്കുറിച്ച് പഠിപ്പിച്ചപ്പോൾ അള്ളാഹു പ്രത്യേകം എടുത്തു പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന മാസമാണ് മുഹറം മാസം എന്നുള്ളത്. അതിൻ്റെ അർത്ഥം തന്നെ പവിത്രമായത്, പരിപാവനമായത് എന്നാണ്. ദുൽഖഅദ്, ദുൽഹിജ്ജ, മുഹറം, അതേപോലെ തന്നെ റജബ്, ഈ 4 മാസങ്ങളാണ് പവിത്ര മാസങ്ങൾ. ഒരു മാസത്തിന്, ഒരു സ്ഥലത്തിന് ഒക്കെ പവിത്രതയുണ്ടെങ്കിൽ അവിടെ ചെയ്യുന്ന, ആ സമയങ്ങളിൽ ചെയ്യുന്ന കർമ്മങ്ങൾക്കും പവിത്രതയുണ്ടാകും എന്ന് നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പഠിപ്പിച്ചു തരികയാണ്. ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയുണ്ടായി, ഇന്നല്ലാഹ അഫ്തതഹ അസ്സന ബിശഹരിൻ ഹറാമിൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് 12 മാസങ്ങൾ പഠിപ്പിച്ചപ്പോൾ ഒരു പരിപാവനമായ മാസത്തെ തുടക്കം കുറിച്ചുകൊണ്ടാണ് പറഞ്ഞു തന്നത്. മുഹറം, സഫർ, റബീഉൽ അവ്വൽ എന്ന് പറഞ്ഞിട്ടാണ് അറബി മാസങ്ങൾ പോകുന്നത് എന്ന് നമുക്കറിയാം. ഒന്നാമത്തെ തന്നെ പരിപാവനമായ മാസമാണ്, മുഹറമാണ്. ആ മാസത്തിലാണ് നമ്മൾ ഇന്നുള്ളത്. അൽഹംദുലില്ലാഹ്. വഖതമഹ ബിശഹരിൻ ഹറാം. അല്ലാഹു 12 മാസങ്ങൾ അവസാനിപ്പിച്ചതും പരിപാവനമായ ഒരു മാസത്തെ കൊണ്ടാണ്, അഥവാ ദുൽഹിജ്ജ മാസം. ഫലൈസ ശഹറുൻ ഫിസ്സനതി ബഅദ ശഹരി റമളാൻ അഅലമു ഇൻദല്ലാഹി മിൻ മുഹറം. റമളാൻ മാസം കഴിഞ്ഞാൽ അല്ലാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ശ്രേഷ്ഠകരമായ മാസം അത് മുഹറമാണ്. റമളാൻ കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ശ്രേഷ്ഠകരമായ മാസം. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മാസത്തെക്കുറിച്ച് പറഞ്ഞത് ഷഹറുല്ലാ, അള്ളാഹുവിൻ്റെ മാസം എന്നാണ്. അതിന് പേര് കൊടുത്ത് തന്നെ മുഹറം, പരിപാവനമായത് എന്നാണ്. അതുകൊണ്ട് തന്നെ
ആ മാസം അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും പവിത്രമാക്കി വെച്ചു. കാന യുസമ്മി ഷഹറുല്ലാഹ്, അല്ലാഹുവിന്റെ മാസം എന്നാണ് അതിന് പേര് വെക്കപ്പെട്ടത്. ഷഹറുല്ലാഹിൽ അസം മിൻ ഷിദ്ദത്തി തഹ്രീമിഹി. ഷഹറുല്ലാഹിൽ അസം, അസം എന്ന് പറഞ്ഞാൽ ചെവിട് കേൾക്കാത്തത് എന്നാണ് അർത്ഥം, കാത് കേൾക്കാത്തത് എന്ന്. എന്താണ് അങ്ങനെ അസം എന്ന് പേര് വരാനുള്ള കാരണം? പണ്ഡിതന്മാർ പറയുകയാണ്, അഥവാ ഈ 4 മാസങ്ങൾ യുദ്ധം നിഷിദ്ധമായ മാസങ്ങളാണ്. അതാണ് പരിഭാവനമായ മാസങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ഉദ്ദേശം. അതുകൊണ്ട് തന്നെ യുദ്ധം പാടില്ല. അപ്പോൾ യുദ്ധങ്ങളും ബഹളങ്ങളും കോലാഹലങ്ങളും ഒന്നുമില്ലാത്ത 4 മാസങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട, ആർക്കും ചെവിടിന് പണി ഉണ്ടാവില്ല, ശാന്തമായ മാസമായിരിക്കും. അങ്ങനെ ആയിരിക്കണം മുഹറം മാസം എന്ന് ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി നമുക്ക് പഠിപ്പിച്ചു തരാം. അപ്പോൾ നമ്മളിത് പറയുന്നത് ഈ മാസത്തിൻ്റെ പരിഭാവനത്വം നമ്മൾ അറിയണം. അതിൻ്റെ തുടക്കത്തിലാണ് നമ്മളുള്ളത്. ഈ മാസത്തിൻ്റെ മഹത്വം നമ്മൾ തിരിച്ചറിയണം. നമ്മൾ പരലോകത്ത് ലക്ഷ്യം വെക്കുന്ന ആളുകൾ എന്നുള്ള നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഭാവനമായി പറഞ്ഞിട്ടുള്ളൊരു മാസം, ഒരു ദിവസം, ഒരു സമയം നമ്മളിലൂടെ കടന്നു പോകുമ്പോൾ കൂടുതൽ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട കർമ്മങ്ങൾ ചെയ്യാനും ഹറാമുകളിൽ നിന്ന് വിട്ടു നിൽക്കാനും മുഅ്മിനീങ്ങളായ ഞാനും നിങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിനാണിത് പറഞ്ഞത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും അബൂദർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ് കാണാൻ സാധിക്കും. സഅൽതു നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യുൽ ലൈലി ഖൈർ, റസൂലെ രാത്രിയുടെ ഏത് ഭാഗമാണ് ഏറ്റവും നല്ലത് എന്ന് ഞാൻ ചോദിച്ചു, ഏറ്റവും ഖൈറായിട്ടുള്ളത്. വ അയ്യുൽ അഷ്ഹരി അഫ്ളൽ, അഷ്ഹുരി അഫ്ളൽ, അതേപോലെ തന്നെ മാസങ്ങളിൽ ഏറ്റവും അഫ്ളലായിട്ടുള്ളത് ഏതാണെന്ന് ഞാൻ ചോദിച്ചു. റസൂലുള്ളാഹി പറഞ്ഞു, രാത്രിയിൽ ഏറ്റവും അഫ്ളലായിട്ടുള്ളത് ജൗഫുഹു, അതിൻ്റെ രാത്രിയുടെ ഏറ്റവും ഉള്ളിലെ ഭാഗം അഥവാ ഏറ്റവും അവസാന ഭാഗം എന്ന് പറയാം. തഹജ്ജുദ്, അല്ലാഹു സുബ്ഹാനഹു വ തആല 1ാമത്തെ ആകാശത്തിലേക്ക് ഇറങ്ങി വന്ന് നിങ്ങൾ എന്ത് ചോദിച്ചാലും തരുമെന്ന് പറഞ്ഞ സമയം. തഹജ്ജുദ് നമസ്കരിക്കുവാനും അള്ളാഹുവിനോട് ചോദിക്കാനൊക്കെ പറ്റിയ ഏറ്റവും നല്ല സമയം അതാണ് ജൗഫുഹു എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചത്. അഫ്ദലുൽ അശ്ഹുരി ഷഹറുല്ലാഹ് അല്ലദീ തദ്ഉനഹു മുഹറം, മാസങ്ങളിൽ ഏറ്റവും നല്ലത്, റമദാൻ കഴിഞ്ഞാൽ ഏറ്റവും നല്ലത്, അത് നിങ്ങൾ മുഹറം എന്ന് പേരിട്ട് വിളിക്കുന്ന മാസമുണ്ടല്ലോ, അതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മറ്റൊരു ഹദീസിൽ കാണാം, അഫ്ദലുസ് സിയാമി ബഅദ റമദാൻ ഷഹറുല്ലാഹിൽ മുഹറം, നോമ്പ് നോൽക്കാൻ ഏറ്റവും അഫ്ദലായ മാസം റമദാൻ കഴിഞ്ഞാൽ മുഹറം മാസത്തിലെ നോമ്പാണ്. മുഹറം മാസത്തിലെ മുഹറം 9, 10, 11 മാത്രമല്ല, മുഹറം മാസത്തിലെ ഏത് നോമ്പും അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട മാസമാണ്. മുഹറം മാസത്തിലെ നോമ്പ് റമദാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അഫ്ദലുസ് സ്വലാത്തി ബഅദൽ ഫരീള സ്വലാത്തുൽ ലൈൽ, ഫർദ് നമസ്കാരം കഴിഞ്ഞാൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നമസ്കാരം രാത്രി നമസ്കാരമാണ്. അപ്പൊ നിങ്ങൾ നോക്കൂ സഹോദരന്മാർ, എത്ര ഹദീസുകളാണ് ഈ വിഷയത്തിൽ വന്നത്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട മാസമാണ്. നോമ്പനുഷ്ഠിക്കാൻ റമദാൻ കഴിഞ്ഞാൽ ഏറ്റവും അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട നോമ്പ് മുഹറം മാസത്തിലെ നോമ്പാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പണ്ഡിതന്മാർ പറയുന്നുണ്ട്, അതിലുള്ള നമസ്കാരങ്ങളും അതിലുള്ള ഇബാദത്തുകളും ഒക്കെ ഏറെ പുണ്യമുള്ളതാണ്. ഇതിൽ തെറ്റ് ചെയ്യുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഏറെ കോപമുള്ള, മറ്റുള്ള മാസങ്ങളെക്കാൾ കൂടുതൽ ഗൗരവവുമാണ്. ഒരു ലോകകപ്പ് ഫുട്ബോളിന്റെ സമയത്താണ് നമ്മൾ ഈ സംസാരം നടത്തുന്നത്. നമുക്കറിയാം, ഒരു മാമാങ്കത്തിന്റെ ആരവങ്ങളിലും ഒരുപാട് സമയം അതിന്റെ ചർച്ചകളിലും ഒരുപാട് സമയം കളി കണ്ട് രാത്രി നമസ്കാരം പോകട്ടെ, സുബഹി നമസ്കാരവും അതിന്റെ ജമാഅത്ത് പോലും നഷ്ടപ്പെടുന്ന അവസ്ഥയിലാണോ ഞാനും നിങ്ങളൊക്കെ ഉള്ളത് എന്ന് ഒന്ന് ആലോചിക്കാൻ കൂടിയാണ് പ്രിയമുള്ളവരെ ഞാനിത് സംസാരിക്കുന്നത്. ഇതിൻ്റെയൊക്കെ ഈ ചർച്ചകൾക്കും അതുപോലെ സമയം തള്ളി നീക്കുന്നതും അതിൻ്റെയൊക്കെ ഇടയിൽ അല്പം വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ നമുക്ക് പറഞ്ഞു തരികയാണ് സഹോദരന്മാരെ, റമദാൻ നമ്മൾ ശ്രദ്ധിക്കും. റമദാൻ കഴിഞ്ഞാൽ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മാസം മുഹറമാണ്, അള്ളാഹുവിന്റെ മാസം എന്നാണ് പറഞ്ഞത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിലേക്ക് ചേർത്തി പറയുന്നതെല്ലാം പരിശുദ്ധമാണ്. കഅബയെ കുറിച്ച് അള്ളാഹ് പറഞ്ഞു ബൈത്തുല്ലാ എന്നാ പറഞ്ഞത്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞു റസൂലുള്ളാഹ് എന്ന് പറഞ്ഞു, അള്ളാഹിന്റെ റസൂൽ എന്ന് പറഞ്ഞു. അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടതേ അള്ളാഹു ചേർത്തി പറയൂ. അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട തങ്കപ്പെട്ട എല്ലാവിധ ഉന്നതമായ മഹത്തരമായ വിശേഷണങ്ങൾക്ക്
ആ വിശേഷണങ്ങൾ വെക്കപ്പെട്ട അള്ളാഹുവിന്റെ അടിമകളെ കുറിച്ച് പറഞ്ഞു ഇബാദുർ റഹ്മാൻ എന്ന് പറഞ്ഞു. അള്ളാഹുവിന്റെ അടിമകൾ. ഞാനും നിങ്ങളും അള്ളാഹുവിന്റെ അടിമകളാകാത്തത് കൊണ്ടല്ല, വഴിപ്പെട്ട് ജീവിക്കാത്തവൻ അള്ളാഹുവിന്റെ അടിമകളാകാത്തത് കൊണ്ടല്ല, അള്ളാഹിലേക്ക് ചേർത്തി പറഞ്ഞു ഇബാദുർ റഹ്മാൻ. എന്നിട്ട് അവരുടെ വിശേഷണങ്ങൾ പറഞ്ഞു. അതേപോലെ തന്നെ നാഖത്തുല്ലാ എന്ന് പറഞ്ഞു, അള്ളാഹുവിന്റെ ഒട്ടകം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ നിലക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിലേക്ക് ചേർത്തി പറഞ്ഞ മാസമാണ്. നമ്മൾ ഈ രീതിയിൽ പല നിരക്കിലുള്ള, ഞാൻ ഒരു കഴിഞ്ഞ ഖുതുബയിൽ സൂചിപ്പിച്ച പോലെ തന്നെ ലക്ഷക്കണക്കിന് വാതുവെപ്പുകളും അതേപോലെ തന്നെ ബറ്റുവെക്കലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തെറി വിളിക്കലും എന്തെല്ലാമോ കാട്ടിക്കൂട്ടലും അതേപോലെ തന്നെ സമ്പത്ത് ദൂർത്തടിക്കലും സമയം നഷ്ടപ്പെടുത്തലും പരസ്പരം ശത്രുത വാരിക്കൂട്ടലും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന മുസ്ലിം സമുദായത്തിലെ ചെറുപ്പക്കാരികൾ, അവർ മാത്രമല്ല മധ്യവയസ്കരും വയസ്സന്മാരുമടക്കം ഇഷ്ട ടീമുകളുടെ ടീഷർട്ട് ഇട്ട് നടക്കുന്ന ചെറുപ്പക്കാരെ നമ്മൾ കാണാറുണ്ട്, കുട്ടികളെ നമ്മൾ കാണാറുണ്ട്. അവർ അങ്ങാടികളിലൂടെ ഇങ്ങനെ ഞാനിതിന്റെ ആളാന്ന് പറഞ്ഞ വലിയ സംഭവം കിട്ടിയ പോലെ നടക്കാറുണ്ട്. ഇന്ന് നമ്മൾ കാണുന്നത് മുസ്ലിം പെൺകുട്ടികളെയാണ്. ഇഷ്ട ടീമിന്റെ ടീഷർട്ട് ധരിച്ച് അങ്ങാടികളിലൂടെ നടക്കുന്ന, സ്കൂട്ടറുകളിൽ പോകുന്ന, ബൈക്കുകളിൽ പോകുന്ന എന്തോ വലിയ സംഭവമാണ്. സോഷ്യൽ മീഡിയകളിൽ നിറഞ്ഞു തുളമ്പി നിൽക്കുന്ന അല്പവസ്ത്രധാരികളായിട്ടുള്ള, കാരണം ഒരു ടീഷർട്ട്, ഒരു ടീമിന്റെ ടീഷർട്ട് ധരിച്ചാൽ അത് കൈ മറയുന്നതോ അല്ലെങ്കിൽ മാറു മറക്കുന്നതോ തലമുടി മറക്കുന്ന പിന്നെ കുപ്പായം തട്ടമൊന്നും അതിന്റെ കൂടെ ഇടൂലല്ലോ അല്ലേ? മുസ്ലിം സമൂഹത്തിലെ ചെറുപ്പക്കാരികൾ, അതുപോലെ തന്നെ നമ്മളെ യുവാക്കൾ, യുവതികൾ ആ കോലത്തിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞു. ആലോചിച്ച് നോക്കണം. അപ്പോ സ്വാഭാവികമായിട്ടും ഈ സംസാരത്തിനും കേൾവിക്കും വലിയ പ്രാധാന്യമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് ഈ മുഹറം മാസത്തിന്റെ ചരിത്രം വിശുദ്ധ ഖുർആനും ഹദീസൊക്കെ പഠിപ്പിച്ചു തരുമ്പോൾ ഒരുപാട് മഹത്വങ്ങൾ ഈ മാസത്തിനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹക്കിന്റെ ആളുകളെ വിജയിപ്പിച്ച മാസമാണ്. പ്രത്യേകിച്ച് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെയും അദ്ദേഹത്തിന്റെ ബനൂ ഇസ്രായേലരായിട്ടുള്ള ആ സമുദായവും എത്രയോ വർഷം കിബിത്തുകളായിരുന്ന ഫിറഔനിന്റെയും ആളുകളുടെയും കിരാത ഹസ്തങ്ങളിൽ പീഡിപ്പിക്കപ്പെട്ട് കഴിഞ്ഞ ആളുകളായിരുന്നു ബനൂ ഇസ്രായേൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല വർഷങ്ങൾ, എത്രയോ യുഗങ്ങൾ അവർ പീഡിപ്പിക്കപ്പെട്ടതിന് ശേഷം അവരെ രക്ഷപ്പെടുത്തിയത് മുഹറം മാസത്തിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ചെന്നു. മദീനയിൽ ചെന്നപ്പോൾ ജൂതന്മാർ നോമ്പനുഷ്ഠിക്കുന്നു മുഹറം 10 അന്ന്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മാ ഹാദാ? ഖാലു ഹാദാ യൗമുൻ സാലിഹ്. എന്തേ മുഹറം 10 മാത്രം നിങ്ങൾ ഇങ്ങനെ നോമ്പനുഷ്ഠിക്കുന്നു? മുഹറം 10 സ്പെഷ്യൽ നോമ്പ്? ജൂതന്മാരോട് റസൂലുള്ളാഹി ചോദിച്ചു. അവർ പറഞ്ഞു, ഇതൊരു നല്ല ദിവസമാണ്, ഇതൊരു നല്ല ദിവസമാണ്. ഹാദാ യൗമുൻ നജ്ജല്ലാഹു ബനി ഇസ്രായീല മിൻ അദുവിഹിം ഫസാമ മൂസാ ശുക്രൻ ലില്ലാഹ്. ബനൂ ഇസ്രായേലരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫിർഔനിന്റെ മർദ്ദനത്തിൽ നിന്നും കൊടിയ പീഡനത്തിൽ നിന്നും രക്ഷപ്പെടുത്തി അവരെ മുക്കിക്കൊല്ലുകയും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും മുഅ്മിനീങ്ങളുടെയും ശത്രുക്കളായ ഫിർഔനിനെയും കിങ്കരന്മാരെയും മുക്കിക്കൊന്ന ദിവസമാണ്, ഇവരെ രക്ഷപ്പെടുത്തിയ ദിവസമാണ് മുഹറം 10. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നന്ദി ചെയ്തുകൊണ്ട്, ശുക്ർ കാണിച്ചുകൊണ്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം നോമ്പനുഷ്ഠിക്കുകയുണ്ടായി എന്ന് ജൂതന്മാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ഫഅന അഹഖു ബിമൂസാ മിൻകും ഫസാമഹു അമറ ബിസിയാമിഹി. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിനോട് അവരോട് പറയുകയുണ്ടായി, നിങ്ങളെക്കാൾ മൂസാ നബിയോട് അടുത്തവർ ഞങ്ങളാണ്. കാരണം മൂസാ നബിയുടെ ആദർശം, മൂസാ നബിയുടെ മൻഹജ്, മൂസാ നബിയുടെ ത്വരീഖത്ത്, ആ പാരമ്പര്യത്തിൽ ഞങ്ങളാണുള്ളത്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് പഠിപ്പിച്ചിട്ടില്ല. അതേപോലെ തന്നെ കുഫറും ശിർക്കും പഠിപ്പിച്ചിട്ടില്ല. മുഅ്മിനീങ്ങളായ ആളുകളെ കൊന്നൊടുക്കൽ പഠിപ്പിച്ചിട്ടില്ല. ഇസ്ലാമിനോട് ശത്രുത വെക്കൽ പഠിപ്പിച്ചിട്ടില്ല. അതിന്റെ ആളുകളാണ് ജൂതന്മാര്. അതുകൊണ്ട് തന്നെ ഞങ്ങളാണ് മൂസാ നബിയുടെ ആൾക്കാർ. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് അനുഷ്ഠിക്കുകയും നോമ്പ് അനുഷ്ഠിക്കാൻ സഹാബത്തിനോട് പറയുകയും ചെയ്തു. അതാണ് മുഹറം 10 നോമ്പ്. അപ്പൊ നമ്മൾ വിചാരിക്കും, എന്താ ഇപ്പൊ ഓല നോമ്പ് കണ്ടിട്ട് ഇവിടെ ഇസ്ലാമിനൊരു നിയമം ഉണ്ടായതാണ്? അല്ല, അള്ളാഹുവിന്റെ നടപടിക്രമങ്ങൾ അങ്ങനെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നടപടിക്രമങ്ങൾ അങ്ങനെയാണ്. എന്നിട്ട് ഈ ജൂതന്മാര് മുഹറം 10 അന്ന് നോമ്പനുഷ്ഠിക്കുന്നു.
അതേപോലെ തന്നെ മുഅ്മിനീങ്ങളും നോമ്പനുഷ്ഠിക്കുന്നു. മുഅ്മിനീങ്ങളുടെ ഐഡന്റിറ്റി തന്നെ മറ്റുള്ള മതസ്ഥരിൽ നിന്നും വ്യതിരിക്തമാകണമെന്നുള്ളതാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അടുത്ത വർഷം ഞാൻ ഉണ്ടെങ്കിൽ മുഹറം 9 നോമ്പും ഇവരോട് ഖിലാഫാകാൻ വേണ്ടി, എതിരിടാൻ വേണ്ടി നമ്മൾ മുഹറം 9ഉം 10ഉം നോൽക്കുക. 9 നോൽക്കാൻ സാധിക്കാത്ത ആളുകൾ 11 നോൽക്കുക, അല്ലെങ്കിൽ 9ഉം 10ഉം 11ഉം നോൽക്കാം. അതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസിൽ നിന്ന് നമുക്ക് പണ്ഡിതന്മാർ പഠിപ്പിച്ചിരുന്ന കാര്യമാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, അള്ളാഹുവിന്റെ പ്രവാചകനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെയും സത്യവിശ്വാസികളെയും അള്ളാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തിയത് മുഹറം മാസത്തിലാണ്. ഇങ്ങനെ ഒരുപാട് ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ള മാസമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പരിപാവനമാക്കിയത് എന്ന് പഠിപ്പിക്കപ്പെട്ട ഈ മുഹറം മാസം. അതിൽ കൂടുതൽ അമലുകൾ ചെയ്യണം, നമസ്കാരം കൃത്യമാകണം, അദ്കാറുകൾ ഉണ്ടാകണം, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ദാനധർമ്മങ്ങൾ ഉണ്ടാകണം. അതുപോലെ തന്നെ പടച്ചറപ്പിന്റെ വിശുദ്ധ ഖുർആന്റെ പാരായണം ഉണ്ടാകണം, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട കർമ്മങ്ങൾ ഉണ്ടായിരിക്കണം, സഹജീവികളോടുള്ള സ്നേഹം ഉണ്ടായിരിക്കണം, കണ്ണീരൊപ്പുന്ന പ്രവർത്തനം ഉണ്ടായിരിക്കണം. ഇതൊക്കെയാണ് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട സ്ഥലവും സന്ദർഭവും സമയവും ഒക്കെ പറയുമ്പോൾ കൂടുതലായി നമ്മൾ ചെയ്യേണ്ടത്. അതാണ് ഇബാദത്തുകൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഹറം 10 നോമ്പിനെ കുറിച്ച് പഠിപ്പിച്ചതിന് ശേഷം പറഞ്ഞു, സിയാമു യൗമി ആശൂറ ഇന്നി അഹ്തസിബു അലല്ലാഹി അൻ യുകഫിറ സനത അല്ലതി ഖബ്ലഹു. അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നും ഞാൻ പ്രതീക്ഷിക്കുന്നത് മുഹറം 10 നോമ്പ് ഒരാൾ അനുഷ്ഠിച്ചിട്ടുണ്ടെങ്കിൽ അൻ യുകഫിറ സന അല്ലതി ഖബ്ലഹു, കഴിഞ്ഞൊരു വർഷത്തെ മുഴുവൻ പാപവും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരും ഒരു ദിവസത്തെ നോമ്പ് കൊണ്ട്. ഒരു വർഷത്തെ പാപം മുഴുവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതാണ് മുഹറം 10 നോമ്പിന്റെ പ്രത്യേകത. അപ്പോ ഇത്രയധികം ശ്രേഷ്ഠത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നു. അത് മഹത്തരമാണെന്ന് പറഞ്ഞു. ഇതാണ് മുഹറത്തിന്റെ ഇസ്ലാമികമായ ചരിത്രം, പ്രിയമുള്ളവരെ. എന്നാൽ ഈ മുഹറം മാസത്തിന്റെ ഈ പേര് തന്നെ മുഹറം പരിപാവനമായത് എന്ന് പറഞ്ഞു. പക്ഷേ ഈ മുഹറം മാസത്തിനെ ചില ആളുകൾ നെഹസിന്റെ മാസമായി പഠിപ്പിക്കുന്നു. കലണ്ടറുകളിലൊക്കെ കാണാൻ സാധിക്കും. നെഹസാണ്. നെഹസ് എന്ന് പറഞ്ഞാൽ അശുഭലക്ഷണം. നമ്മൾ പറയുന്ന ചരിത്രം എന്താ? ശുഭലക്ഷണത്തിന്റെ ചരിത്രമാണ് നമ്മൾ പറയുന്നത്. മതപണ്ഡിതന്മാരെന്ന് പറയപ്പെടുന്ന ആളുകൾ ഇസ്ലാമിൽ നഹ്സില്ലാതെ ജൂതന്മാരിൽ നിന്നും ഷിയാക്കളിൽ നിന്നും ഇസ്ലാമിലേക്ക്, അഹ്ലുസുന്നയിലേക്ക് കടന്നു വന്നതാണ്, മുസ്ലിമീങ്ങളിലേക്ക് കടന്നു വന്നതാണ്. ഇതാണ് നഹ്സ്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, മുഅ്മിനെ സംബന്ധിച്ച് ഏത് സമയം അവന് നല്ലതാണ്. അവന് സമയം നോക്കുന്ന പരിപാടിയില്ല. അത് മറ്റു മതസ്ഥരുടെ ഏർപ്പാടുകളാണ്. മുഹൂർത്തം കുറിക്കുക, അതിന് അതുമായി ബന്ധപ്പെട്ട് ഇരിക്കുന്ന കണക്കന്റെ അടുത്തോ അല്ലെങ്കിൽ അവരുടെ പണ്ഡിതന്മാരുടെ അടുക്കലേക്കോ പോവുക എന്നുള്ളത്, അവരിൽ എന്തൊക്കെയോ സിദ്ധികൾ ഉണ്ടെന്ന് വിശ്വസിക്കുക എന്നുള്ളത് അവർ കുറിച്ചു തരും. അതുതന്നെയാണ് നമ്മളെ മുസ്ലിമീങ്ങളിലേക്കും കടന്നു വന്ന് തങ്ങന്മാരുടെ അടുക്കലേക്ക് പോകുന്നു, ബീവിമാരുടെ അടുക്കലേക്ക് പോകുന്നു, അതേപോലെ തന്നെ സിദ്ധന്മാരുടെ അടുക്കലേക്ക് പോകുന്നു. എന്തിന്? സമയം കുറിക്കാൻ. നല്ല കല്യാണത്തിന് പറ്റിയ സമയം, ഏത് ദിവസം നല്ലത്. എന്നിട്ട് ഈ പറയപ്പെട്ട ആൾ കലണ്ടർ എടുത്ത് കൊടുന്നു വെക്കും. അതിലുണ്ടാകും ഇന്ന ദിവസങ്ങൾ നഹ്സാണ്. അതിന് മുഹറത്തിന് മുന്തിയ സ്ഥാനമാണ് അവർ കൊടുത്തിട്ടുള്ളത്. മതം പഠിപ്പിക്കേണ്ട ആളുകൾ, ഇസ്ലാമിൽ നഹ്സില്ല എന്ന് പഠിപ്പിക്കേണ്ട ആളുകൾ അശുഭ ലക്ഷണത്തിന്റെ സമയങ്ങളാണ്, തീയതികളാണെന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നു. ഇതെന്താണ്? ഇത് ശരിയാവണ്ണം ജൂതായുസമാണ്. പണ്ഡിതന്മാർ പഠിപ്പിക്കുന്ന കാര്യമാണ്. ജൂതന്മാരിൽ നിന്നാണ് ഉണ്ടായത്. മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഏത് സമയവും അവന് ഖൈറാണ്. ഇതാ അസംത ഫതവക്കൽ അലല്ലാഹ്, നീ ഒരു കാര്യം തീരുമാനിച്ചാൽ അത് നടത്തിക്കോ, അള്ളാഹുവിനെ തവക്കുലാക്കിക്കോ എന്നുള്ളതാണ് മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം. ഈ തവക്കുലിന്റെ പാഠമാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പഠിപ്പിച്ചത്. തവക്കുലിന്റെ പാഠം. ഈ തവക്കുലിന്റെ പാഠം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പഠിപ്പിക്കുകയും ജീവിതത്തിൽ അപ്ലൈ ചെയ്യുകയും അദ്ദേഹത്തിന്റെ സഹാബത്ത്, അദ്ദേഹത്തിന്റെ മുഅ്മിനീങ്ങൾ അത് ആ നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മാത്രം ഭയപ്പെട്ടു. ചരിത്രം എന്താ പഠിപ്പിക്കുന്നത് സഹോദരന്മാരെ? നമുക്ക് കാണാൻ സാധിക്കും. ഫലമ്മാ തറാ അൽ ജംആനി ഖാല അസ്ഹാബു മൂസാ ഇന്നാ ലമുദ്റകൂൻ. ആ മുഹറം 10 അന്ന്, വർഷങ്ങൾക്ക് മുമ്പ് മുഹറം 10 അന്ന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയും മുഅ്മിനീങ്ങളും ഫിർഔനിന്റെ കൂട്ടാളികളിൽ നിന്നും രക്ഷപ്പെട്ട് ഓടുകയാണ്, നാടുവിടുകയാണ്, ഹിജ്റ ചെയ്യുകയാണ്, പലായനം ചെയ്യുകയാണ്. അക്രമിയുടെ രാജ്യത്തിൽ നിന്നും രക്ഷപ്പെട്ട് ഓടുകയാണ്, വിശ്വാസം സംരക്ഷിച്ചുകൊണ്ട്. അങ്ങനെ ഓടുന്ന സമയത്ത് ആർത്തിരമ്പി വരുന്ന ചെങ്കടലിന്റെ മുമ്പിലെത്തി. രക്ഷയില്ല, മുമ്പിൽ കടലാണ്.
പിന്നിലാരാണ്? ചെകുത്താനാണ്. ചെകുത്താന്റെയും കടലിന്റെയും നടുക്കുപെട്ടു എന്ന് നമ്മളെ പറയാറുണ്ട്. അക്രമിയായ ഭീകരനായ ഫിറഔനും അവന്റെ കൂട്ടാളികളും പിന്നിലുണ്ട്. ഈ സമയത്ത് മൂസാ നബിയുടെ സമൂഹം പറഞ്ഞു, ഖാല അസ്ഹാബു മൂസ ഇന്നാ ലമുദ്റകൂൻ. മൂസ, നമ്മൾ പിടിക്കപ്പെട്ട് കഴിഞ്ഞു, ഒരു രക്ഷയില്ല, എവിടേക്ക് രക്ഷപ്പെടും? ലക്ഷക്കണക്കിന് ഫിറഔനിന്റെ കിങ്കന്മാരുണ്ട്, മുമ്പിലേക്ക് പോകാൻ ഒരു വഴിയുമില്ല. ഈ സമയത്ത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, കല്ല ഖാല കല്ല ഇന്ന മഇയ റബ്ബി സയഹ്ദീൻ. എന്റെ റബ്ബ് എന്റെ കൂടെയുണ്ട്. ആ ഒരു തവക്കുൽ നോക്കൂ പ്രിയമുള്ളവരെ. ജീവിതത്തിന്റെ ഏത് രംഗത്തും സാമ്പത്തികമായി തകർന്നു, ശാരീരികമായി ബുദ്ധിമുട്ടുകൾ വന്നു, മാനസികമായി തകർന്നടിഞ്ഞു, എന്നാലും ഞാൻ മുഅ്മിനാണ്, 5 വക്ത് നിസ്കരിക്കുന്ന, പടച്ചോനെ പേടിയുള്ള, ജീവിതത്തിൽ നിഷ്ഠ പുലർത്തുന്ന ഒരു മുഅ്മിനാണ് ഞാൻ, മുഅ്മിനത്താണ് ഞാൻ, എന്റെ റബ്ബ് എനിക്കൊരു പൊൻപിറവി തരും എന്നുള്ള ആത്മവിശ്വാസം. ആരുടെ അടുക്കിലേക്കും പോണ്ട, ഒരു ജാറത്തിലേക്കും ഒരു മക്ബറയിലേക്കും ആരെയും വിളിക്കണ്ട. എന്റെ റബ്ബ് എന്നെ കാണുന്നുണ്ട്. അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട അള്ളാഹ് പരീക്ഷിക്കും. ഏറ്റവും കൂടുതൽ ലോകത്ത് പരീക്ഷണം കിട്ടിയത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അതേപോലെ തന്നെ പ്രവാചകന്മാർ, അല്ലേ? പിന്നെ എന്തിനാ സഹോദരന്മാരെ നമ്മൾ പരീക്ഷണം ഉണ്ട് എന്ന് പറഞ്ഞിട്ട്, ബുദ്ധിമുട്ടുകൾ ഉണ്ടായി എന്ന് പറഞ്ഞ് നമ്മൾ എന്തിനാണ് നമ്മൾ മോശം ചിന്തിക്കുന്നത് അള്ളാഹിനെ കുറിച്ച്? ഈ തവക്കുല് പഠിപ്പിച്ച ഈ തവക്കുല് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, അള്ളാഹ് എന്റെ കൂടെയുണ്ട്, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാന്റെ സഹായമുണ്ട് എന്ന് തീയെന്ന് പറഞ്ഞല്ലോ. അള്ളാന്റെ സഹായം ഉണ്ടാകും, വേറെ ആരുടെ സഹായവും വേണ്ട. ഇതാണ് പ്രവാചകന്മാരുടെ തവക്കുല്. അള്ളാഹ് അത്ഭുതം കാണിക്കുകയാണ് പ്രിയമുള്ളവരെ. കയ്യിലുള്ള വടി കൊണ്ട്, നിസ്സാരമായൊരു വടി, മൂസാ നബിയുടെ കഴിവല്ല, ശക്തിയല്ല, വടിക്കും കഴിവില്ല, ശക്തിയില്ല, അള്ളാന്റെ ഇടപെടൽ. വർഷങ്ങളോളം വെള്ളം കെട്ടിക്കിടക്കുന്ന കടലിനെ അടിച്ച് പർവ്വതം കണക്കെ വലതുവശത്തേക്കും ഇടതുവശത്തേക്കും പർവ്വതം കണക്കെ വെള്ളം വകഞ്ഞു മാറ്റപ്പെട്ടു. എന്നിട്ട് നനവില്ലാതെ, വിശുദ്ധ പഠിപ്പിക്കുകയാണ്, നനവില്ലാത്ത ഒരു വഴി അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തുറന്നു കൊടുത്തു. ഒരു നനവില്ല, ഒരു പൂലില്ല, ചതുപ്പില്ല, ഒന്നുമില്ല. ആ നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വഴി വെട്ടിക്കൊടുത്തു, രക്ഷപ്പെട്ടു അവർ. ചരിത്രം നമുക്കറിയാം. ഇതെന്താണ്? തവക്കുലാണ്. ഈ തവക്കുല് പഠിപ്പിക്കേണ്ട മാസം, ഈ തവക്കുല് അഴവറക്കുന്ന മാസം, ഇത് പഠിപ്പിക്കേണ്ട ആളുകൾ നഹ്സ് പഠിപ്പിക്കുകയാണ്. എന്നിട്ട് നമുക്കോ ഇതിലൊക്കെ ചില ആൾക്കൊക്കെ വിശ്വാസം. എന്നിട്ട് നമ്മൾ ചോദിക്കുകയാണ്, അപ്പോ അന്ന് ഹൗസ് വാമിങ് പറ്റൂല, മുഹറത്തിലെ ഇന്ന ഡേറ്റുകളിൽ കട ഉദ്ഘാടനം നടത്താൻ പറ്റൂല, കുട്ടിന്റെ കല്യാണം നടത്താൻ പറ്റൂല, നല്ല കാര്യങ്ങളൊന്നും പറ്റൂ. കാരണം എന്തേ? മുഹറമാണ്, മുഹറത്തിൽ ഇന്ന തീയതിയാണ്, ഇന്ന പണ്ഡിതൻ പറഞ്ഞിട്ട് അന്ന് പാടില്ല എന്ന് പറഞ്ഞു. നഹ്സാണ്, അശുഭലക്ഷണമാണ്. ഇതാണ് സഹോദരന്മാരെ ദീനിനെ എത്രത്തോളം ഈ കൂട്ടർ വക്രീകരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി, നഹ്സുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. എന്താണ് റസൂലുള്ളാഹി പറഞ്ഞത്? ഖാല അത്തീറതു ശിർകുൻ, അത്തീറതു ശിർകുൻ ഖാലഹാ സലാസൻ. നഹ്സ് നോക്കുക എന്നുള്ളത്, ശകുനം നോക്കുക എന്നുള്ളത് ശിർക്കാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ ശിർക്ക് വെക്കലാണത്. അള്ളാഹുവിന് വിശ്വാസമുള്ള ഒരു മനുഷ്യൻ നഹ്സില്ല. ഒരു കാര്യം തീരുമാനിച്ചാൽ പടച്ചോനെ തവക്കുലാക്കി ചെയ്യുക. അത് പിന്നെ ഒരു പണ്ഡിതന്റെ അടുത്ത് പോയിട്ട്, ഇന്ന ആളെടുത്ത് പോയിട്ട് എന്താണ് നല്ല ദിവസം ഏതാ, നല്ല സമയം ഏതാ എന്ന് കുറിക്കേണ്ട. അത് മുസ്ലിങ്ങളെ ഏർപ്പാടല്ല. എല്ലാ മുസ്ലിമുകൾക്ക് നല്ല സമയമാണ്. അപ്പൊ ഇതും ഇതിന്റെ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ ഈ പറഞ്ഞതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാമ്പ്, ഈ നല്ല മാസത്തിൽ നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ ഈ നഹ്സിന്റെയും അതേപോലെ തന്നെ ശിർക്കിന്റെയും പിന്നാലെ പോകുന്നവരല്ല. എന്നാൽ ഈ പറയപ്പെട്ട ഏറ്റവും നല്ല മാസങ്ങളിൽ മറ്റെന്തിൻ്റെയോ പിന്നാലെ പോയി നമ്മുടെ സമയം പോകുന്നുണ്ടോ, അള്ളാഹുവിന്റെ കോപം വാങ്ങിക്കൂട്ടുന്നുണ്ടോ എന്ന് ഓരോ ആണും പെണ്ണും ആബാലവൃതം ജനങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ബുദ്ധിയോടുകൂടി അറിഞ്ഞും മനസ്സിലാക്കിയും പരലോകത്തെ അറിഞ്ഞും ദുനിയാവിനൊക്കെ അറിഞ്ഞിട്ട് ബുദ്ധിയോടുകൂടി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചാൽ ആരാ ബുദ്ധിമാൻ എന്ന് ചോദിച്ചില്ലേ? ദുനിയാവിനെ അറിഞ്ഞ് പരലോകത്തിനെ അറിഞ്ഞ് രണ്ടിനും വേണ്ടി അതിൻ്റെതായ തലത്തിൽ ജീവിച്ചു, വഴിപ്പെട്ട് അള്ളാഹ്ക്ക് വഴിപ്പെട്ട് ജീവിച്ചു. ആ നിലയ്ക്ക് ജീവിക്കുന്ന മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിസായിരിൽ മുസ്ലിമീന മിൻ കുല്ലി ദം വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. ഇന്നൽ ഹംദലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ
وعلى آله وصحبه وسلم تسليما كثيرا. ഒരിക്കൽ കൂടി റബ്ബിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പാലിക്കണേ എന്ന് ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു തആല നമ്മുടെ പാപങ്ങളെല്ലാം പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. പരിശുദ്ധ സമയങ്ങളിലും ദിവസങ്ങളിലുമെല്ലാം അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട കർമ്മങ്ങൾ ചെയ്യാനുള്ളൊരു മനസ്സ് നമ്മൾക്കും നമ്മുടെ കുടുംബത്തിനുമെല്ലാം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരന്മാരെ, ഈ മുഹറം മാസം വലിയ സംഭവങ്ങൾക്ക് സാക്ഷിയായ മാസമാണ് എന്ന് നമ്മൾ അറിഞ്ഞു. പ്രധാനപ്പെട്ട ഒന്ന് നമ്മൾ സൂചിപ്പിച്ചു. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെയും അദ്ദേഹത്തിൻ്റെ മുഅ്മിനീങ്ങളും പലായനം ചെയ്ത ഹിജറ പോയ മാസമാണ്. അവർ ഹിജറയായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പ്രവാചകനും പ്രവാചകന്റെ സഹാബത്തും ഹിജറക്ക് തുടക്കം കുറിച്ച മാസവും മുഹറം മാസമാണ്. ഹിജറക്ക് തുടക്കം കുറിച്ച മാസവും മുഹറം മാസമാണ്. റസൂലുള്ളാഹിന്റെ സഹാബത്ത് ഈ മക്കയിൽ ശക്തമായ പീഡനങ്ങൾ, സഹാബത്തിനെ അങ്ങേയറ്റം ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ചതിന്റെ പേരിൽ സഹാബത്തിനെയും സഹാബ വനിതകളെയും കൊന്നുതള്ളുന്നു, ഇല്ലാതാക്കുന്നു. പീഡന പർവ്വത്തിൽ അവർ ജീവിക്കുന്ന സമയത്ത് ബഹിഷ്കരണങ്ങൾ, ഭക്ഷണം കഴിക്കാൻ പോലും മാന്യമായി ജീവിച്ചിരുന്ന സമ്പത്തുണ്ടായിട്ടും തന്റെ സമ്പത്തിൽ നിന്ന് ഭക്ഷണ പദാർത്ഥങ്ങൾ വാങ്ങിക്കാൻ പോലും സാധിക്കാതെ 3-4 വർഷമൊക്കെ ഏതെങ്കിലും പർവ്വതത്തിന്റെ മുകളിൽ ബഹിഷ്കരിക്കപ്പെട്ട ആളുകൾ, ഞങ്ങൾ പച്ചിലകൾ തിന്ന് ആടുമാടുകൾ കാഷ്ടിക്കുന്ന പോലെ കാഷ്ടിച്ചിരുന്നു എന്ന സഹാബത്ത് പറഞ്ഞത്. എന്തിന്റെ പേരില്ല? ഇസ്ലാമായതിന്റെ പേരിൽ. അബിസീനയിലേക്ക് ഹിജറ പോയി. ചില കാരണങ്ങൾ അവിടെ തിരിച്ചു വരേണ്ടി വന്നു. അതിനുശേഷം എന്ത് ചെയ്യും? മക്കയിലാണ് പീഡനങ്ങൾ സഹിച്ച് ഏറ്റുവാങ്ങി ഓരോ ആണും പെണ്ണും മുഅ്മിനീങ്ങളായ മുഅ്മിനത്തുകളായ. അങ്ങനെയാണ് മദീനക്കാരുമായി ബന്ധപ്പെട്ട് ഹിജറ പോകാനുള്ള അവസരം കിട്ടിയത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക്, നമ്മൾ ചരിത്രം പഠിക്കേണ്ടതുണ്ട്, പഠിച്ചവരുമാണ്. അഖബ ഉടമ്പടിയുമായി ബന്ധപ്പെട്ട് മദീനക്കാർ റസൂലുള്ളാഹിന്റെ അടുക്കൽ വരികയും, അള്ളാഹിന്റെ റസൂൽ എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ട് ഇവിടെ നിൽക്കുന്നത്, എന്തിനാണ് ഈ പീഡനങ്ങൾ പേര് നിങ്ങൾ ഇവിടെ നിൽക്കും, ഞങ്ങളെ നാട്ടിലേക്ക് പോരി, ഞങ്ങൾ എല്ലാ നിലക്കും നിങ്ങളെ സഹായിക്കാം, നിങ്ങൾക്കുള്ള എല്ലാ സംഗതികളും ഞങ്ങൾ ഒരുക്കി വെക്കാം പ്രവാചകരെ, നിങ്ങളും സഹാബത്ത് വന്നാൽ മതി എന്നായിരുന്നു മദീനക്കാരുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ സഹാബികളുടെ അൻസാറുകളുടെ സംസാരം. അങ്ങനെ റസൂലുള്ള പ്ലാൻ ഇടുന്നതും സഹാബത്ത് പോകാൻ തുടങ്ങണൊക്കെ മുഹറം മാസമാണ്. നിങ്ങൾ നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല വിജയം ഉണ്ടാക്കി കൊടുക്കണം അവർക്ക്. ആ ഹിജ്റയാണ് മക്കാം ഫതഹും. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആദർശം മക്ക മണ്ണിൽ ജസീറത്തിൽ അറബിൽ വളർന്ന് പന്തലിക്കാൻ കാരണമായത് ആ ഹിജ്റയാണ്, പലായനമാണ്. മദീനത്ത് ചെല്ലുന്നു, മദീനക്കാർ വിശ്വാസികളാകുന്നു. ഒരുപാട് സംഭവ ബഹുലമായ സംഗതികളുണ്ടായി. അതിന് തുടക്കം കുറിച്ച മാസമാണ് മുഹറം മാസം. ഒരുപാട് സഹാബികൾ മുഹറത്തിൽ പോയി, മുഹറം സഫറിൽ പോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റബീഉൽ അവ്വലിലാണ് ഹിജ്റ പോകുന്നത്. കാരണം നേതാവ് ആളുകളൊക്കെ പറഞ്ഞയച്ച് അവിടെയൊക്കെ സെറ്റാക്കി, ഇവിടെ കുറെ ആൾക്കാർ ഇവിടെ ഉണ്ട്, നേരത്തെ ആദ്യം നേതാവ് പോകാൻ പറ്റൂല. അള്ളാഹിന്റെ കൽപ്പന വേണം റസൂലുള്ളാഹിക്ക്. റസൂലുള്ളാഹിയും അതേപോലെ തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹിജ്റ പോയ ചരിത്രം നമുക്കറിയാം. ഞാൻ പറഞ്ഞു വരുന്നത്, ഇസ്ലാമിന്റെ ചരിത്രം പരിശോധിച്ച് നോക്കുമ്പോൾ മുൻഗാമികളായ ആളുകൾ അവർ ജനിച്ച നാടും വീടും വിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി പലായനം ചെയ്ത ആൾക്കാരാ. ദുനിയാവിന്റെ സർവ്വസുഖങ്ങളും എല്ലാം നഷ്ടപ്പെടുത്തി അവർ ദീനിനു വേണ്ടി, അവർ പരലോകത്തിന് വേണ്ടി പലായനം ചെയ്തു. അല്ലേ? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഇന്നി ദാഹിബുൻ ഇലാ റബ്ബി, ഞാൻ എൻ്റെ റബ്ബിലേക്ക് പോവുകയാണ്. എവിടുക്കാ അറിയില്ല, എവിടുക്കാ പോണെന്ന് അറിയില്ല. എവിടുക്കാന്ന് വെച്ചാൽ പോവുക, ഇവിടുന്ന് രക്ഷപ്പെടണം. തീയിൽ കരിച്ച് കൊല്ലാൻ ശ്രമിച്ച ആളുകളിൽ നിന്നും രക്ഷപ്പെടുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്ഭുതകരമായി രക്ഷപ്പെടുത്തി ഇവനവിടുന്ന് പോവുകയാണ്. എവിടുക്കാ അറിയില്ല. ഒരു കൊച്ചു ബാലൻ, ഇന്നി ദാഹിബുൻ ഇലാ റബ്ബി, ഞാൻ എൻ്റെ റബ്ബിന്റെ അടുത്തേക്ക് പോവുകയാണെന്ന് പറഞ്ഞു പോവുകയാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഒരുപാട് പ്രവാചകന്മാർ. അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രം കേട്ടില്ല നിങ്ങൾ? ഗുഹാവാസികളായ 7 ചെറുപ്പക്കാർ. അവരാരായിരുന്നു? ആ നാട്ടിലെ കുബേരന്മാരായിരുന്നു. ഇന്നഹും ഫിത്യത്തുൻ ആമനൂ ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാ. അവർ ഈമാനുള്ള ചെറുപ്പക്കാരായിരുന്നു. ദുനിയാവിന്റെ ആഭാസങ്ങളുടെ പിന്നാലെ പോകുന്നവരല്ല. അവരുടെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും.
ഏറ്റവും നല്ല ജീവിതം നയിക്കുന്ന കൊട്ടാര സമാനമായ പാർപ്പിടങ്ങളിൽ താമസിച്ച് ഏറ്റവും നല്ല ഭക്ഷണം കഴിച്ച് ജീവിക്കേണ്ട, സുഖിച്ച് ആഡംബരത്തോടുകൂടി ജീവിക്കേണ്ട യുവാക്കൾ, അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് അനുസരിച്ച് നാട്ടിൽ ജീവിക്കാൻ പറ്റൂല എന്ന് കണ്ടപ്പോൾ നാട് വിട്ടു. നമ്മുടെ മുൻഗാമികൾ ദുനിയാവിന്റെ സർവ്വസുഖങ്ങളും രസങ്ങളുമെല്ലാം ദീനിനു വേണ്ടി ത്യജിക്കുമ്പോ നമ്മൾ, നമ്മുടെ ചെറുപ്പക്കാർ, നമ്മുടെ ചെറുപ്പക്കാരികൾ, നമ്മുടെ മധ്യവയസ്കന്മാർ, ആബാലവൃദ്ധം ജനങ്ങൾ ദുനിയാവിന്റെ രസങ്ങൾക്കും അതേപോലെ തന്നെ ഹരങ്ങൾക്കും ആവാസങ്ങൾക്കും പിന്നാലെ പോയി ദീനിനെ ത്യജിക്കുന്ന ചരിത്രമാണ്, അല്ലെങ്കിൽ കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ദീന് പ്രശ്നമല്ല, നിസ്കാരം പ്രശ്നമല്ല. എത്ര സമയവും എത്ര പൈസേന് ചെലവഴിക്കും, എത്ര ഉറുപ്പ്യക്ക് പറ്റുവെക്കും, ഏറ്റവും വേണ്ടപ്പെട്ടവരോട് തർക്കിച്ച് തെറ്റാൻ അവർക്ക് പ്രശ്നമുള്ള കാര്യമല്ല. കാരണം എന്താ? ഫുട്ബോളാണ്. ഏതോ ഒരു നാട്ടുകാരന് വേണ്ടി, അവൻ ഇസ്ലാമിന്റെ ശത്രു ആണെങ്കിലും വേണ്ടില്ല, ഇസ്ലാമിനെ ഇല്ലാതാക്കാൻ വേണ്ടി കരാർ എഴുതി ഒപ്പിട്ട് കൊടുക്കുന്ന, ഫലസ്തീനികൾക്കെതിരെയൊക്കെ ഒപ്പിട്ട് കൊടുക്കുന്ന ഒരു സ്വതന്ത്ര ഫലസ്തീൻ രാജ്യം ഉണ്ടാകാൻ പാടില്ല. ഇസ്രായേലിന്റെ പിന്നാലെ നിൽക്കുന്ന പല രാജ്യങ്ങളും, ആ രാജ്യങ്ങളുടെയൊക്കെ ഫാൻസുകളാണ് നമ്മൾ. അപ്പോൾ ഇതൊരു ഫുട്ബോൾ സ്പിരിറ്റില്ല, അത് വേറെ നിലക്ക് എടുത്തൂടെ എന്നൊക്കെയാണ് നമ്മൾ ചോദിക്കുന്നത്. ഒക്കെ ശരിയാണ്. പക്ഷെ മുഅ്മിന് നമ്മുടേതായ ഒരു ഐഡന്റിറ്റി ഉണ്ട് പ്രിയമുള്ളവർ. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഇപ്പം ജയിക്കണേ, ഓൻ ജയിക്കണേ, ഓല് ജയിക്കണേ. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ചെറിയ മക്കളടക്കം സ്റ്റാറ്റസ് വെച്ച്, പെൺകുട്ടികളടക്കം സ്റ്റാറ്റസ് വെച്ച് ഇങ്ങനെ കാണിക്കും, ഞാൻ കാരണം ഇന്ന ടീമിന്റെ ആളാണ്. നിങ്ങൾക്കൊരു ടീമും ഇല്ല മാഷേ എന്ന് ചോദിച്ചാൽ നമുക്ക് ടീമില്ലെങ്കിൽ നമ്മളെന്തോ ഒരു മോശക്കാരാണ്. ഈ നിലക്ക് മാറ്റപ്പെട്ടു. രക്ഷിതാക്കൾക്ക് അടക്കം അതിന് പ്രൊമോട്ട് ചെയ്യാണ്. രാത്രി ഒരുപാട് സമയം കളി കണ്ട് ക്ഷീണിച്ചുറങ്ങി പിന്നെ സുബഹിക്ക് എണീക്കണത് 7 മണിക്കും 8 മണിക്കൊക്കെ എണീക്കണത് പ്രശ്നമില്ലാത്തൊരവസ്ഥ വരുന്നുണ്ടോ? നമ്മളെ സമ്പത്ത് ഫ്ലക്സുകൾക്ക് വേണ്ടി ആയിരക്കണക്കിന് ഉറുപ്പിക നമ്മൾ ചെലവാക്കിക്കണോ? കളിക്കാരെക്കാൾ വലിയ രീതിയിൽ കളിക്കാരെ തെരഞ്ഞു നോക്കണം. ഫ്ലക്സിൽ ആരാ ഉള്ളത്? നമ്മളെ മക്കളാ ഉള്ളത്. ഇതൊക്കെ കാട്ടിക്കൂട്ടലല്ലേ? കളിക്കാരെ വെച്ച ഫ്ലക്സിൽ മുഴുവൻ നാട്ടുകാര്, കളിക്കാരോടെ കളിക്കാരനെ കാണാനില്ല. ഈ ഒരവസ്ഥയ്ക്ക് ഇത് കാട്ടിക്കൂട്ടി എന്താണ് സഹോദരന്മാരെ കാട്ടിക്കൂട്ടുന്നത്? ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഒരു മുസ്ലിമിന് ഒരാവശ്യമില്ലാതെ ഗവൺമെന്റുകൾ ഇടപെടുന്നില്ല. ഇത് അന്തരീക്ഷ മലിനീകരണം ഉണ്ടാക്കുന്നു, പൊല്യൂഷന് പ്രശ്നമുണ്ടാക്കുന്നു. ഇതൊക്കെ നമുക്കറിയാം. എന്നിട്ട് നമ്മളെ വലിയ കട്ടൗട്ടുകൾ, നമ്മളെ വലിയ ചിത്രങ്ങൾ വെച്ചുകൊണ്ട് ഈ കോലത്തിൽ മലയാളത്തിൽ ഖുതുബ കേൾക്കുന്ന നമ്മുടെ ചെറുപ്പക്കാർ, ഇത്ര സങ്കടകരമാണ് അവസ്ഥ. ആരെങ്കിലും ചെയ്യട്ടെ പ്രിയമുള്ളവരെ. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത്, മുൻഗാമികൾ ദീനിനും വേണ്ടി ഹിജ്റ പോകുമ്പോ, ദീന് സംരക്ഷിക്കാൻ വേണ്ടി എല്ലാം ത്യജിക്കുമ്പോൾ, കൊട്ടാര സമാനമായ കെട്ടിടങ്ങളിൽ ഗോപുരങ്ങളിൽ ജീവിച്ച ആളുകൾ പോലും ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി പലായനം ചെയ്യുമ്പോൾ, ദീന് സംരക്ഷിക്കാൻ വേണ്ടി ഓടുമ്പോൾ നമ്മൾ ദീൻ ഒഴിവാക്കി ദുനിയാവിന്റെ പിന്നാലെ ഓടുന്ന അവസ്ഥ പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികളെ നമുക്ക് ഉണ്ടാക്കാൻ പാടില്ല. അതാണ് ഹിജ്റ. ഈ ഹിജ്റയുടെ പാഠം നമ്മൾ പഠിക്കണം. എന്താണ് ഹിജ്റ എന്ന് പഠിക്കണം. ഇസ്ലാം പഠിപ്പിച്ച മറ്റു രണ്ട് മൂന്ന് വിഭാഗങ്ങളായി ഹിജ്റയെ പഠിപ്പിച്ചു. ഇൻഷാ അല്ലാഹ് അടുത്ത ഖുത്ബയിൽ നമുക്കത് പഠിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ അതിൻ്റെ ഗൗരവത്തോടുകൂടി മനസ്സിലാക്കി ദീനിന്റെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്കും നമ്മുടെ കുടുംബത്തിനുമെല്ലാം, നമ്മുടെ ചെറുപ്പക്കാർക്കും, നമ്മുടെ സർവ്വ മുഅ്മിനീങ്ങൾക്കും മുസ്ലിമീങ്ങൾക്കും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല അറിയാതെ നമ്മളൊക്കെ ചെയ്തു കൂട്ടുന്ന പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. റബ്ബ് തആല നമ്മുടെ മക്കളിലും നമ്മുടെ സമ്പത്തിലും ഖൈറും ബർക്കത്തും നിറക്കുമാറാവട്ടെ. അപകടങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أجرنا من النار وأدخلنا الفردوس يا رب العالمين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله وسلم على خير خلقه محمد وعلى آله وصحبه وسلم تسليما كثيرا والحمد لله رب العالمين.